എന്നതുപോലെ ചൂഴ്ന്നന്വേഷണം നടത്താൻ ഒരു പൗരനെയും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ പരസ്പരം ചൂഴ്ന്നന്വേഷണം നടത്തുകയാണ്, സൂക്ഷ്മാന്വേഷണം നടത്തുകയാണ്, സ്വകാര്യതകളെ ഭേദിക്കുകയാണ്. ഒരാളുടെയും സ്വകാര്യത ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഉമ്മപെങ്ങന്മാരെ, ഒരാളുടെയും രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ സ്വകാര്യതകളെയാണ് സൂക്ഷിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഒരാളുടെയും സ്വകാര്യതകളെ ഭേദിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരാളുടെ ന്യൂനത നിങ്ങൾ മറച്ചുവെച്ചാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിൻ ഫിദ്ദുനിയാ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരാൾ ഈ ലോകത്തൊരാൾ മറ്റൊരാളുടെ ന്യൂനത മറച്ചുവെച്ചാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മറച്ചുവെച്ചവന്റെ ന്യൂനതയെ മറച്ചുവെക്കുന്നതാണ്. ഇമാം ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യറൽ മുഅ്മിനു മിൻ അഖീഹി ഔറതൻ ഫസതറഹാ അലൈഹി ഇല്ലാ ദഖലൽ ജന്ന. ഒരാളുടെ ന്യൂനതയെ ഒരാൾ മറച്ചുവെച്ചാൽ ഈ മറച്ചുവെച്ചവൻ സ്വർഗത്തിലാണ്. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തയും എല്ലാം അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അനാവശ്യമായി ഒന്ന് കണ്ടാൽ അതിന് സമാധാനം പറയണേ. ഇന്ന് ഉമ്മപെങ്ങന്മാര് പോലും വാട്സപ്പ് ഉപയോഗിക്കുന്ന കാലമാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാലമാണ്, സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്ന കാലമാണ്. ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ ട്വിറ്റർ ഫോളോവേഴ്സിന്റെ എണ്ണമാണ് പ്രധാനമായി വരുന്നത്. ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ പേജിന്റെ ലൈക്കുകളുടെ എണ്ണമാണ് നോക്കുന്നത്. ഈ വിധത്തിലേക്ക് പൗരരൂപീകരണത്തിൽ സോഷ്യൽ മീഡിയ ഉദ്ധരിക്കപ്പെടുന്ന കാലമാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ സദാചാരം നമ്മുടെ സമുദായത്തിനറിയുമോ? മോനെ, വാട്സപ്പിലായതുകൊണ്ട് ഗീബത്ത് ഹലാലാവൂല, നമീമത്ത് ഹലാലാവൂല, മറ്റുള്ളവന്റെ ന്യൂനതയിലേക്ക് നോക്കൽ അനുവദിക്കപ്പെടൂല. ഇസ്ലാം പറഞ്ഞത് എന്താണ്? വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ ഒരാളെയും ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല. ഒരാളെയും നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു ചെന്ന് സൂക്ഷ്മാന്വേഷണം നടത്താൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു രാജ്യത്തിന് ഒരു സ്പൈ സംവിധാനം വേണം, അത് രാജ്യത്തിന്റെ സുരക്ഷ. ഒരു രാജ്യത്തിന് ഒരു മിലിറ്ററി വേണം, അത് രാജ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങളോട് ആരോടും നിയമം കയ്യിലെടുക്കാൻ രാജ്യത്തിന്റെ ക്ഷേമത്തിന് പറ്റിയതല്ല. ഇസ്ലാമിക വ്യവസ്ഥിതിയിലും പൗരന്മാര് നിയമം കയ്യിലെടുക്കാൻ പാടില്ല, ഭരണകൂടമാണ് ചെയ്യേണ്ടത്. ചില സോഷ്യൽ മീഡിയ ജീവികളുണ്ട്, അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടിയാണ്. ആളുകളെ വിളിക്കുക, കോളുകൾ റെക്കോർഡ് ചെയ്യുക, വിഷ്വൽ റെക്കോർഡുകൾ സൂക്ഷിക്കുക, എന്നിട്ട് മുഴുവൻ സദാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, ആളുകളുടെ ചിന്തകളിൽ വൃത്തികേടുകൾ സ്ഥാപിക്കുക, ആളുകളുടെ വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, വ്യക്തികളുടെ അഭിമാനങ്ങളെ തേജോവധം ചെയ്യുക. ഇതെല്ലാം സോഷ്യൽ മീഡിയ ജീവികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വലാ തജസ്സസൂ, നിങ്ങളങ്ങനെ ചൂഴ്ന്നന്വേഷിക്കല്ലേ. ഒരാളുടെയും അരമനയുടെ അകത്ത് പോയി അന്വേഷിക്കാൻ അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ അഭിമാനത്തിന് മൂല്യമുണ്ട്. ഒരാൾ മദ്യപിച്ചു വന്നിരിക്കട്ടെ,
അയാൾ മദ്യപിച്ച് ലക്കുകെട്ട് കിടക്കുമ്പോൾ അവന്റെ ചിത്രമെടുത്ത് ഇവൻ മദ്യപിച്ചു എന്ന് അടിക്കുറിപ്പെഴുതി പ്രചരിപ്പിക്കുന്നത് മറ്റൊരു തെറ്റാണ്. മദ്യപാനം തെറ്റാണ്. അത് പ്രത്യേകിച്ച് തെളിവൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരാളെങ്ങനെ മദ്യപിച്ച് മത്തനായി കിടക്കുന്നുവെന്നിരിക്കട്ടെ, അവന്റെ ചിത്രമെടുത്തുകൊണ്ട് ലോകത്തോട് പ്രചരിപ്പിക്കൽ മറ്റൊരു തെറ്റാണ്. അല്ലാഹുവെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന തെറ്റാണ്. അതുപോലെ ഒരാൾ തെറ്റു ചെയ്യുന്നുണ്ടോ, അവൻ ശരി ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ളറകളിൽ അന്വേഷിച്ചു നടക്കൽ അപകടകരമായ കുറ്റമാണ്. ചെയ്യാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ഈ ഒരു തിരിച്ചറിവ് സമുദായത്തിന് വേണം.